ഒരു ചെറിയ പനി വന്നപ്പോഴേക്കും താനിങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? എനിക്കിപ്പോഴും ഒന്നുമില്ല. ഇതാണ്ടോ. വിഷ്ണുവേട്ടൻ അങ്ങനെയൊക്കെ പറയാം. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരുപാട് ദൂരാണെന്ന് വെച്ചാ അറിഞ്ഞില്ല കണ്ടില്ല എന്ന് വെച്ച് സമാധാനിക്കാം. ഇത് അങ്ങനെയാണോ? എല്ലാം നേരെയാവുന്നേ. ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ താൻ? ദൈവം നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കോ? കുറെ അമ്പലങ്ങളിലേക്ക് വഴിപാട് നേർന്നിട്ടുണ്ട്. ഇനി നാട്ടിൽ ചെന്നാ മുടങ്ങാതെ എല്ലാം കഴിപ്പിക്കണം. ശമ്പളം കിട്ടിയെന്ന് വിഷ്ണുവേട്ടനൊരു ഷർട്ട് വാങ്ങി. എന്റെ സെലക്ഷൻ പിടിക്കുമെന്നറിയില്ല. എന്നെ താൻ തോപ്പിച്ചളഞ്ഞല്ലോ. എനിക്ക് നീ ശമ്പളം കിട്ടിയിട്ടില്ല. 450 രൂപ ഹോസ്റ്റലിൽ കൊടുത്തു വാടക. ഭക്ഷണത്തിന് മറ്റും 400 രൂപ വേറെയും. എല്ലാ മാസവും 300 രൂപ വെച്ച് നാട്ടിലേക്ക് അയക്കുന്നതാ. ഇത്തവണ അയക്കണ്ടെന്ന് വെച്ചു. നമുക്ക് ഒരുപാട് ചെലവുള്ളതല്ലേ. ബാക്കി വിഷ്ണുവേട്ടന്റെ കയ്യിലിരിക്കട്ടെ. ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് പോരെ കണക്ക് പറച്ചിലൊക്കെ. തൽക്കാലം വീട്ടിലേക്ക് പണയക്കുന്ന മുടക്കണ്ട. Excuse me, there's a call for you. ഹലോ വിഷ്ണു. ഡോ വാരേ, താൻ ഇപ്പൊ തന്നെ തന്റെ വാരസ്യാരെ ഫോണിൽ വിളിക്കുക. എന്നിട്ട് 2 പേരും കൂടി നേരെ എന്റെ വീട്ടിലേക്ക് വരിക. എന്താ വേട്ടാ? എന്റെ ഭാര്യയുടെ തലേന്ന് ഉദിച്ച ഐഡിയ കേട്ടപ്പോ കൊള്ളാന്ന് എനിക്കും തോന്നി. ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട് തനിക്കും ഭാര്യയ്ക്കും കൂടി വിട്ടുതരാൻ പോവാ. ഒരു കല്യാണം ഉണ്ട് നാളെ രാവിലെ പൂനെയില്. എന്റെ ഒരു പഴയ കൊളീഗിന്റെ മകളുടെയാ. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് വിടും. നാളെ വൈകിട്ടേ മടങ്ങി വരൂ. അതുവരെ ഞങ്ങളുടെ വീട് ഫ്രീ. പിന്നെ തന്നെ കാണാൻ നിൽക്കണില്ലേ ഞാൻ. എന്റെ വീടിന് നമ്പർ ലോക്കാ, അറിയാലോ. നമ്പർ ഒന്ന് ഓർത്തോളൂ. എത്ര നമ്പർ? 6929. ഒന്ന് പറഞ്ഞേ. 6929. ഓക്കെ ഓക്കെ. ഹലോ.